തൃപ്പൂണിത്തുറയിൽ ഇത്തവണ വിജയം ഉറപ്പെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഞ്ജലി നായർ പറയുന്നത്. അഞ്ജലി സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഈ 4ന്റെ പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം എൻഡിഎയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തുറയില് ചരിത്ര വിജയം ഉണ്ടാവുന്നതാണ്. നീ എന്റെ മാനം കളയരുത് ഈശ്വര, ഇവന്റെ കെട്ടി വെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇവന്റെ കാര്യം വീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള, അപ്പൊ അതുപോലെ എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ഈ വിഷു പൊളിറ്റിക്കൽ ആണല്ലേ? എങ്ങനെയുണ്ട് ഈ വിഷു? ഈ വിഷു വളരെ വേറിട്ടൊരു അനുഭവമാണ്. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. ഞാൻ വിഷുവിന് ഇന്നലെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണ് എന്റെ പർച്ചേസ് സംബന്ധമായിട്ട് പോയത്. 4-ാം തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അത് കാണാൻ പറ്റി. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഊഹിക്കുന്നുടാ പട്ടി. കണി വെക്കുമ്പോ സാധാരണ ചക്ക വെക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അഞ്ജലിക്ക് ഇത്തവണ അത് വെക്കുമ്പോ മനസ്സിലൊരു അല്ലേ? തീർച്ചയായിട്ടും അത് അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്, നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്ക. ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു. ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. അഞ്ജലി നേരത്തെ പറഞ്ഞത് ചക്ക മുറിച്ചാൽ താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ട്രോളുമായി. പക്ഷെ അഞ്ജലി അതിനൊക്കെ വളരെ മനസാന്നിധ്യത്തോടെ നേരിട്ടു അല്ലേ? വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു പോയിക്കോളും. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കിലുടങ്ങി വിഴുങ്ങുക. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ് എന്റെ അടുത്ത്. മോൾ എവിടെ പോയാലും താമര ചിഹ്നം കണ്ടില്ല. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? അത് കുത്തൂല, വോട്ട് കുത്തില്ല, താമര കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കുന്നവരോട് താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര എന്ന് മോള് പറയൂ. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടെ തീർന്ന വംശനാശം. ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അഞ്ജലി. എന്തായാലും ഈ വിഷു അഞ്ജലിക്ക് വളരെ സ്പെഷ്യൽ വിഷു കൂടിയാണ്. സത്യമായാലും അസത്യമായാലും ആളുകൾ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി.